നമ്മളൊരു ജോബ് സീക്കർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ചെന്നെത്തുന്നത് ലിങ്ക്ഡിനിലാണ്. ലിങ്ക്ഡിൻ വഴി നമ്മൾ നല്ല പ്രൊഫഷണൽസിനെയോ HR മാനേജേഴ്സിനെയോ അതേപോലെ കമ്പനി ഈവൻ ഓണേഴ്സിനെയോ എല്ലാ ആൾക്കാരെയും നമ്മൾ കണക്ട് ചെയ്യാനുള്ള ശ്രമം നടത്താറുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ നമ്മൾ അവരെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ പലർക്കും ഇന്ന് അറിയാമെങ്കിൽ പോലും അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു, ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നമ്പർ 1, ഒരിക്കലും തന്നെ നമ്മൾ അവർക്ക് ഡയറക്റ്റ് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ റിക്വസ്റ്റ് അയക്കരുത്. അതിന് പകരം ഒരു പേഴ്സണലൈസ് ആയിട്ട് ചെയ്യുക. പ്രൊഫൈലൊന്ന് നോക്കി അതിനുശേഷം അയാളൊന്ന് അഡ്മയർ ചെയ്ത് അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടൊരു നോട്ട് ഇട്ടിട്ട് ഐ അഡ്മയർ യുവർ വർക്ക്, ഐ ഹാവ് ബീൻ ലുക്കിംഗ് അപ് ടു യു സോ ആൻഡ് സോ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തതിന് ശേഷം ഐ വുഡ് ബി റിയലി ഹാപ്പി ടു കണക്ട് വിത്ത് യു എന്ന് പറഞ്ഞിട്ട് നമ്മളത് തുടങ്ങാം. അങ്ങനെ അയാൾ റിക്വസ്റ്റ് കണക്ഷൻ ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നോട്ട് നമ്മൾ ഒരു ഡിമാൻഡിങ് ആവരുത്. ജോലി വേണമെന്നൊന്നും ആരോടും പറയരുത്. മറിച്ച് ആദ്യം നമ്മളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജ് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് വിത്ത് മീ, ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ടൈം, ഐ നോ യു ആർ വെരി ബിസി ബട്ട് സ്റ്റിൽ യു ഹാവ് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ചെറിയ നോട്ട്, കൂടുതൽ ഒരുപാട് മെസ്സേജ് ഒന്നും അയക്കരുത്, ഒരു essay ഒന്നും എഴുതരുത്. മൂന്നാമത്തേത്, സ്ഥിരമായിട്ട് ഡെയിലി മെസ്സേജ് അയക്കുന്നതിന് പകരം അവരിട്ട പോസ്റ്റുകൾ നോക്കി ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് പറ്റുന്നതാണെങ്കിൽ ഷെയർ ചെയ്ത് അങ്ങനെ അവരെ എൻഗേജ് ചെയ്യുക. അവരുടെ കണ്ടന്റ് എന്താണോ അതുമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ എന്തായാലും നോട്ടീസ് ചെയ്യും. നാലാമതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഡോണ്ട് ആസ്ക് ഫോർ ഫേവേഴ്സ് ബട്ട് ആസ്ക് ഫോർ ഗൈഡൻസ്. പറയാം, ഞാനിങ്ങനെ എന്ന ആളാണ്, എൻ്റെ പ്രൊഫൈൽ ഇതാണ്, ഞാനൊരു ജോബ് നോക്കുന്നുണ്ട്, പക്ഷേ എനിക്കറിയില്ല എങ്ങനെയാണ് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നും എന്തെങ്കിലും ഗൈഡൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കാം. പിന്നെ കാണാൻ പറ്റുമോ നോക്കുക. അങ്ങനെ കണ്ട് ആ ഗൈഡൻസ് എടുത്ത് അപ്പോൾ നമ്മളത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒന്നുകിൽ അവരല്ലെങ്കിൽ അവരുടെ കമ്പനിയിൽ അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട്സിലുള്ള ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അവർ ശരിയാക്കി തരും. 5-ാമത്തെ വിഷയം, റെസ്പെക്ട് ദെയർ ടൈം. ഈ പ്രൊഫഷണൽസ് പറയുന്നവർ മാനേജേഴ്സ് ആണെങ്കിലും ഓണേഴ്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണല്ലോ അവരങ്ങനെ ഒരു പൊസിഷനിലെത്തുന്നത്. അപ്പോൾ അവരുടെ ടൈം നമ്മൾ കളയുന്ന രീതിയിൽ അൺവാണ്ടഡ് ആയ ഡിസ്കഷൻസ് ഒന്നും ചെയ്യരുത്. വളരെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വളരെ പ്രിസൈസ് ആയിട്ട് ഷോർട്ടായിട്ട് സ്വീറ്റായിട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ റെസ്പെക്ട് ദെയർ ടൈം ആൻഡ് അവർ ടൈം ഓൾസോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്നേ വരെ നിങ്ങൾ ചെയ്യാത്ത രീതിയിലുള്ള കണക്ഷൻസും റിലേഷൻഷിപ്സും അതേപോലെ തന്നെ ആൾക്കാരുമായിട്ടുള്ള നെറ്റ്വർക്കിങ്ങും കോൺടാക്റ്റും ലിങ്ക്ഡിൻ വഴി നിങ്ങൾക്ക് സ്വരൂപിക്കാൻ പറ്റും. അതുവഴി ഏതെങ്കിലും ഒരു ഡോറ് നിങ്ങൾ മുട്ടിയാൽ തുറക്കും. നമ്മൾ ജോലി തേടി പോകുന്ന ആൾക്കാർ നമ്മൾ ആരുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ല. തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ജോലിക്ക് വേണ്ടി നമുക്ക് ആവശ്യപ്പെടാം. പക്ഷേ അതിനൊരു വഴി ഉണ്ട്. ആ വഴി ഇംപ്രസീവായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റൂ. എന്തായാലും എല്ലാവർക്കും നല്ല ജോബ് ഉണ്ടാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. മുനീർ അൽ വഫ.